പലപ്പോഴും നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാലും അവർ അതറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്ന ആശങ്ക കൊണ്ട് അത് അവരോട് തുറന്നു പറയാനുള്ള ധൈര്യം നമുക്ക് കിട്ടാതെ പോകും. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാവും അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടായിരുന്നുവെന്നും അതിനവർ ഒരുപാട് സൂചനകൾ നൽകിയിരുന്നു എന്നും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഇഷ്ടം എന്തുകൊണ്ട് തിരിച്ചറിയാനായില്ല എന്ന് തോന്നിപ്പോകും. ഇത്തരം സൂചനകൾ കൊണ്ട് അറിയാൻ പറ്റുന്നത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ഇഷ്ടത്തിന്റെ മാത്രം കാര്യമല്ല. സുഹൃത്തുക്കൾക്കിടയിലും ഒപ്പം ജോലി ചെയ്യുന്നവർക്കിടയിലുമൊക്കെ ഒരാൾക്ക് നമ്മളോട് ശരിക്കും താല്പര്യമുണ്ടോ അതോ അവരുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലും ആണോ എന്നറിയാൻ സഹായിക്കും. ഒരാൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നുമ്പോൾ അല്ലെങ്കിൽ താല്പര്യം തോന്നുമ്പോൾ അവർ അറിയാതെ തന്നെ അവരുടെ ശരീരഭാഷയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ അത് പ്രകടമാകാൻ തുടങ്ങും. അത് തിരിച്ചറിയാനുള്ള 7 സിഗ്നൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൽ 7 സിഗ്നൽസും ഒരാളിൽ ഒന്നിച്ച് കാണണമെന്നില്ല. ഇതിൽ ചിലത് മാത്രമാവും നിങ്ങൾക്ക് ഓരോ വ്യക്തിയിലും തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷേ ഈ സിഗ്നൽസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള മനോഭാവവും താല്പര്യവും കണ്ടെത്താൻ ഏറെ ഉപകാരപ്പെടുന്ന 7 സൂചനകളാണ് ഇനി പറയുവാൻ പോകുന്നത്. നമ്പർ 1, പ്രോക്സിമിറ്റി. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങും. നമുക്ക് അവർക്കൊപ്പം ഇരിക്കാനും അവരോട് അടുത്ത് നിന്ന് സംസാരിക്കാനും അവർക്ക് വൈകാരികമായ ഒരു സപ്പോർട്ട് അഥവാ ഇമോഷണൽ സപ്പോർട്ട് നൽകാനും ഒക്കെ തോന്നും. ഇങ്ങനെ നിങ്ങളോട് അടുക്കാനുള്ള ശ്രമം ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു എങ്കിൽ അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അതിന് വിപരീതമായി നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അടുത്തേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് അകലം പാലിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവുന്നു. നമ്മൾ അറിയാതെ തന്നെ അവരുടെ സാമീപ്യവും അവരോട് സംസാരിക്കുന്നതുമൊക്കെ കഴിവതും ഒഴിവാക്കാനായി ശ്രമിക്കും. ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ് ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെങ്കിൽ അവർക്ക് നിങ്ങളോട് മാനസികമായ അകൽച്ചയുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്പർ 2, they make an effort to find conversation topics. നമുക്കൊരാളോട് ഇഷ്ടം തോന്നുമ്പോൾ അവരോട് എത്ര സംസാരിച്ചാലും മതി വരില്ല. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കാനായി പുതിയ പുതിയ വിഷയങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇതുപോലെ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാളും നിങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കില്ല. അവർ നിങ്ങളോട് സംസാരിച്ചിരിക്കാനായി എന്തെങ്കിലുമൊക്കെ കാര്യം കണ്ടെത്തും. അതുകൊണ്ട് ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടമോ താല്പര്യമോ ഒക്കെ ഉണ്ട് എന്നറിയാനായി അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് കുറച്ചു കഴിഞ്ഞ് മിണ്ടാതിരുന്ന് നോക്കുക. അവർ ഈ സമയം പുതിയ എന്തെങ്കിലും കാര്യം പറഞ്ഞ് സംസാരം തുടരാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് യഥാർത്ഥ ഇഷ്ടം ഉണ്ടെന്ന് കരുതാം. നമ്പർ 3, they gave you the Dutch smile. Dutch smile എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മാർത്ഥമായ ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. ആ സമയം നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചിരി നമ്മുടെ കണ്ണുകളിലേക്ക് പടരും. അത് പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ ഫോർമാലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഔപചാരികമായി നമ്മൾ ചിരിക്കുന്ന ചിരിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നമുക്കിഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ മുഖത്ത് വരുന്ന ചിരി മായാതെ നിൽക്കുന്ന ഒന്നാണ്. അത് നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഒരാൾ നിങ്ങളെ കാണുമ്പോൾ ഉള്ളു തുറന്ന് ചിരിക്കുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അവരുടെ ചിരി ഫോർമലായി തോന്നുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളോട് അത്ര താല്പര്യമില്ല എന്ന് കരുതാം. നമ്പർ 4, they are nervous around you. സയൻസ് എന്ന് പറയുന്നത് നെർവസ്നെസ്സും അട്രാക്ഷനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ വല്ലാതെ നെർവസ് ആവുന്നത്. നമുക്ക് ആ സമയം അകാരണമായ ഭയവും ചമ്മലും നാണവും ഒക്കെ തോന്നും. നമ്മൾ ബ്ലഷ് ചെയ്യാൻ തുടങ്ങും. ഈ ബ്ലഷിങ്ങിന്റെ ശാസ്ത്രീയ വശം നമുക്ക് ഉത്കണ്ഠയോ ഉത്സാഹമോ എക്സൈറ്റ്മെന്റോ ഒക്കെ തോന്നുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന ഹോർമോൺ കൂടുതലായി ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ രക്തഓട്ടം കൂടുകയും അതുകൊണ്ട് ബ്ലഷിംഗ് അഥവാ കവിൾ ചുവന്നു തുടുത്തു വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരാൾക്ക് നിങ്ങളെ കാണുമ്പോൾ തന്റെ സന്തോഷം അടക്കി നിർത്താൻ ആവാതെ അവർ വല്ലാതെ നെർവസായൊക്കെ എന്തെങ്കിലും മണ്ടത്തരം പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് കരുതാം. നമുക്കിഷ്ടം തോന്നുന്ന ആളുകളുടെ മുന്നിൽ ആണല്ലോ നമുക്ക് എപ്പോഴും അബദ്ധങ്ങളും അമളികളും പറ്റുന്നത്. നമ്പർ 5, when someone likes you, they are curious about you. നമ്മൾ ദിവസവും ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു. പക്ഷെ അവർക്കെല്ലാവർക്കും നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി അറിയാനുള്ള കൗതുകം അഥവാ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അവർ നിങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലും നിങ്ങളുടെ മറുപടികളൊന്നും ഓർത്തു വയ്ക്കാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ, നിങ്ങളെ മനസ്സിലാക്കാനുള്ള താല്പര്യമുണ്ടാവും. അവർ നിങ്ങളോട് നേരിട്ട് നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നത് കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും പരിചയക്കാരിൽ നിന്നും എന്ന് വേണ്ട അവർക്ക് കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ശേഖരിക്കും. കാരണം നമുക്കൊരാളെ ഇഷ്ടപ്പെടുന്ന സമയം നമ്മുടെ തലച്ചോറ് അവർ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കും. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തു വയ്ക്കും. ഇത്തരത്തിലുള്ള ഒരു കൗതുകം ആർക്കെങ്കിലും നിങ്ങളോട് തോന്നുന്നുവെങ്കിൽ അത് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ സൂചനയാണ്. നമ്പർ 6, they compliment you more than you expect.
നമ്മുടെ കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ പ്രശംസ കിട്ടുക എന്നത് അപൂർവമായി നടക്കുന്ന ഒരു കാര്യമാവും അല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ നിരന്തരം പ്രശംസിക്കുകയും ഒരുപാട് കോംപ്ലിമെന്റ്സ് തരികയും ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും ആഗ്രഹിക്കുന്നു എന്നാണ്. അത് അവർക്ക് നിങ്ങളോടുള്ള താല്പര്യത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് അത്ര വലിയ സംഭവമായി തോന്നാത്ത സർവ്വസാധാരണമായ കാര്യങ്ങൾക്ക് പോലും അവർ നിങ്ങളെ കാര്യമായി പുകഴ്ത്തുന്നു. ഇത് നിങ്ങളുടെ ചിരിയാവാം, ഡ്രസ്സിംഗ് സെൻസ് ആവാം, സംസാരമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറയുന്നതാവാം. ഇത്തരത്തിൽ അവർ നിങ്ങളെ നിരന്തരം കോംപ്ലിമെന്റ് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് ഉറപ്പിക്കാം. നമ്പർ 7, when they like you, they always find the time to see you. നമുക്ക് എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി അതൊക്കെ മാറ്റിവെച്ച് അവരെ കാണാനായി സമയം കണ്ടെത്തും. അതിനുവേണ്ടി എത്ര പ്രധാനപ്പെട്ട ജോലിയും അവർ മാറ്റിവെക്കും. നിങ്ങളൊരാളെ കാണാനായി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഉടനെ തന്നെ ആ വ്യക്തി നിങ്ങളെ കാണാനായി മറ്റൊരു പ്ലാൻ ഉണ്ടാക്കി അവരുടെ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കാം. അവർ നിങ്ങളെ ഒരു പ്രിയോറിറ്റിയായാണ് കാണുന്നത്. നിങ്ങൾ അവരോട് സംസാരിക്കാനായി ഫോൺ വിളിക്കുമ്പോൾ അവർക്കത് എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ അവർ ഉടനെ തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം തിരിച്ചറിയാൻ കഴിയും. ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാത്ത ഒരാളുടെ ഇഷ്ടം ഒരിക്കലും യാഥാർത്ഥ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന, നിങ്ങൾക്കൊപ്പം അവരുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ മോട്ടീവ് വീഡിയോ ഇന്ന് പോകുന്നു. സ്റ്റേ ട്യൂൺഡ്.